ഹായ്, മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു. താങ്ക് യു. ഇന്ന് ഞാനിങ്ങനെ ഈ വീഡിയോ ഇടുന്നത് പരിശുദ്ധ അമ്മയുടെ 8 നോയമ്പിൻ്റെ ഫൈനൽ ഡേയ്സിലൂടെ നമ്മൾ കയറുവാണ്. അപ്പം ഞാൻ ഓർത്ത് അമ്മയെപ്പറ്റിയും അമ്മയുടെ അല്ലെങ്കിൽ അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചിന്തിച്ചു. അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്തത്. എല്ലാവർക്കും ആദ്യമായി 8-ാം തീയതി മാതാവിൻ്റെ ജനനത്തിരുന്നാണ്. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും മംഗളങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് മേരി, മരിയം, മറിയ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകം ഒരു പ്രാർത്ഥനകൾ നേരുന്നു. അമ്മ അവൾ കരയാൻ വിധിക്കപ്പെട്ടവളാണ്. ഇപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങളോർക്കും ഇതെന്താണ് പറയണമെന്ന്. പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം നമുക്ക് ബൈബിളിലോട്ട് പോകാം. യേശു ദൈവപുത്രൻ ഭൂമിയിലോട്ട് വന്നത് കരച്ചിലിൻ്റെയും വേദന ഇടയ്ക്കിലോട്ടാണ് വന്നത്. 2 വയസ്സിന് താഴെയുള്ള തൻ്റെ ഓരോ കുഞ്ഞുങ്ങളെ ഹെറോദാവ് രാജാവ് കൊന്നൊടുക്കുന്ന സമയത്താണ് യേശുവിനെ ഭൂമിയിൽ ജനിക്കുന്നത്. അവരുടെ കണ്ണുനീരിലോട്ടാണ് വിലാപത്തിലടങ്ങി യേശു വരുന്നത്. പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് നമുക്കറിയാം. സെയിൻറ്റ് ജോസഫ്, നമ്മൾ പറയാറുണ്ട്, നീതിമാനും വിശുദ്ധനും തിരുക്കുടുംബത്തിൻ്റെ പാലകനായ ഔസേപ്പിതാവ്, നീതിമാൻ എന്നാണ് ബൈബിൾ പറയപ്പെടുന്നത്. അദ്ദേഹം സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറായി. പക്ഷേ മാലാഖ സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് ദർശനം നൽകി. അതിനുശേഷം പരിശുദ്ധ കന്യാമറിയം തൻ്റെ തിരുക്കുമാരനെ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെ, ഉണ്ണിയെ പ്രസവിക്കാൻ പല സ്ഥലങ്ങളിൽ പോയി. ഔസേപ്പിതാവും കന്യാമറിയും വാതിലും മുട്ടിൽ നടന്നില്ല. അവസാനം പശുക്കൾക്ക് ഉണ്ടാക്കിയ തൊഴുത്തിൽ തൻ്റെ കുഞ്ഞിനെ ജന്മം നൽകി. പഴയ നിയമത്തിലോട്ട് തന്നെ പോവുകയാണെങ്കിൽ തോബിത്തിൻ്റെ പുസ്തകത്തിനകത്ത്, ദി ബുക്ക് ഓഫ് തോബിത്ത്, ആ പുസ്തകത്തിനകത്ത് തോബിത്തിൻ്റെ മകൻ തോബിയാസ് ദൂരെ എക്ന എന്ന ആളുടെ അടുത്തോട്ട് പോകുന്ന നമുക്ക് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹം പോയതിന് ശേഷം ദിവസം ഇദ്ദേഹം രാവിലെ ഭക്ഷണം പോലും കഴിക്കുക, ഇദ്ദേഹം പോയ വഴികളിലൂടെ സഞ്ചരിച്ച് തിരിച്ച് വരും. രാത്രി മുഴുവൻ പ്രാർത്ഥനയും സങ്കടപ്പെട്ടിരിക്കും. അതുകൊണ്ട് അവർക്ക് അവിടെ വലിയ ബ്ലെസ്സിങ് കിട്ടി. റഫേൽ മാലാഖ അദ്ദേഹത്തിന് കൂടെ പോയി. അദ്ദേഹത്തിന് കിട്ടാനുള്ളൊരു സുന്ദരിയായ ഭാര്യയെ കിട്ടി. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹം കിട്ടി. പിശാചിനെയൊക്കെ ഓടിച്ചു. അവർക്ക് അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യ മാതാവ് ഹൗവ തൻ്റെ മകൻ മരിച്ചപ്പോഴും വിഷമിച്ചു. പക്ഷേ ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ദൈവമായ കർത്താവ് കായേനെ രക്ഷപ്പെടുത്തി. കായേൻ്റെ മുതുകത്തിൽ ഒരു അടയാളം കൊടുത്തു. നീ പോകുന്ന വഴി നിന്നെല്ലാവരും ആരും ഉപദ്രവിക്കില്ല എന്നുള്ളൊരു സിഗ്നലും കൊടുത്തിട്ടുണ്ട്. ആദ്യ മാതാവ് ഹവ്വയുടെ കണ്ണുനീര് ദൈവം കണ്ടു. ഇസഹാക്കിൻ്റെ ഭാര്യ റബേക്ക തൻ്റെ ഇളയ മകൻ യാക്കോബ് അല്ലെങ്കിൽ ജേക്കബ് എന്ന് പറയും, അദ്ദേഹത്തെ തൻ്റെ ആ സഹോദരൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം മൂത്ത മകൻ ഏസാവിനെ അദ്ദേഹം ചതിച്ചപ്പോൾ തൻ്റെ മൂത്ത മകൻ ഏസാവ് തൻ്റെ ഇളയ മകൻ യാക്കോബിനെ വധിക്കുമെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് യാക്കോബിന് അവിടെ നല്ല കാലങ്ങൾ ഒത്തിരി വന്നു. ആ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥന. പിന്നെ ഇസ്മയാലിൻ്റെ അമ്മ ഹാഗർ, ഹാജിറ എന്ന് പറയും അറബിയിലും ഹിന്ദിയിലും. ഹാഗർ തൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുനീർ കാണാതെ അവൾ തിരിഞ്ഞു നിന്ന് ദൈവത്തോട് കരഞ്ഞു. അവിടെയും ദൈവം അവളെ രക്ഷിച്ചു. ആ അമ്മയുടെ കണ്ണുനീര് കൊണ്ട് അവിടെ അവർ വെള്ളത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അവിടെ നിലയ്ക്കാത്ത സംസം എന്ന് അറബി പറയും, സംസം വാട്ടർ. സംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലയ്ക്കാത്ത അല്ലെങ്കിൽ കണ്ടിന്യൂസ് എന്നുള്ളതാണ് അർത്ഥം. ഇന്നും സൗദി അറേബ്യയിലുണ്ട്. ഞാനും അവിടെ പോയി എന്ന് വെച്ചാൽ അവിടുന്ന് ആ വെള്ളം കുടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ബോട്ടിലോട്ട് തരും നമുക്കത്. നിലയ്ക്കാത്തതാണ്. അപ്പം ഹാഗറിൻ്റെ കണ്ണുനീർ ദൈവമായി കർത്താവ് കാണുന്നുണ്ട്. അതിനുശേഷം ഇനി പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞാൽ യേശുവിൻ്റെ അടുക്കൽ സിറോഫിനിഷിക്കാരി സ്ത്രീ വരുന്നുണ്ട്. തൻ്റെ മകളുടെ പിശാചിനെ മാറ്റണമെന്ന്. അവളുടെ കണ്ണുനീർ കണ്ട് യേശു പറയുന്നുണ്ട്, ഞാൻ അയക്കപ്പെട്ടത് ഇസ്രായേൽ ഗോത്രത്തിലോട്ടാണെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് മക്കൾക്കുള്ള അപ്പക്കഷങ്ങൾ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കലെന്ന് യേശു പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, പ്രഭു, അത്
മേശയ്ക്ക് കീഴിൽ നിന്നും അത് നിങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവളുടെ വിശ്വാസം കണ്ടു, നീ പൊയ്ക്കോളാം, നിൻ്റെ മകളെ വിട്ടിരിക്കുന്നു. അവൾ വീട്ടിൽ ചെന്നപ്പോൾ പിശാച് ആ കുട്ടിയെ വിട്ടുപോയി. ഒരിക്കലും യേശു നടന്നു പോകുമ്പോൾ തൻ്റെ ഓപ്പോസിറ്റ് ഒരു വിധവയുടെ മകൻ്റെ ശവസംസ്കാരം ശവം മഞ്ചമെടുത്ത് വരുമ്പോൾ ആ യേശു പെട്ടെന്ന് ഓർത്ത് തൻ്റെ വിധവയെ അമ്മേനെയും ഇനി തനിക്ക് വേണ്ടി വീണ്ടും സഫർ ചെയ്യാമെന്ന്, മാതാവ് ഒത്തിരി സഫർ ചെയ്തിരുന്നു, ഇനിയും സഫർ ചെയ്യായിരിക്കും തൻ്റെ അമ്മേനെ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ അമ്മയ്ക്ക് അമ്മേനെ ഉയർപ്പിച്ചു കൊടുത്തു. ഇനി യേശുവിൻ്റെ ക്രൂസിഫിക്കേഷൻ്റെ ടൈമിൽ ഇവിടെ നോക്കിക്കേ, സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ അവർ പറയുന്നത് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുമെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അമ്മ അവൾ കരയാൻ വിധിക്കപ്പെട്ടവളാണ്. കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പെട്ടെന്ന് ഈ തോട്ട്സ് എൻ്റെ മനസ്സിലോട് കയറി വന്നത്. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ വാത്സല്യമുള്ള സഹോദരൻ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 8-ാം തീയതിത്തെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ മാതാവിൻ്റെ പെരുന്നാളിൻ്റെ ദിവസമാണല്ലോ. പണർകാട് പള്ളിയിൽ പ്രത്യേകിച്ച് 8 നോയമ്പെടുത്ത് അവിടെ തന്നെ താമസിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മക്കളുണ്ട്. 2009 ഞാൻ അവിടെ ഒരു ദിവസം പോയി സ്റ്റേ ചെയ്ത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും 8-ാം തീയതി പെരുന്നാളിൻ്റെ ഫീസ്റ്റിൻ്റെ വിഷസും പ്രാർത്ഥനകളും എല്ലാം നിങ്ങൾക്ക് നൽകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.